മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് തന്നെയാണ്. ഇന്ന് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിന്നറായി പുറത്തു പോയതിനു ശേഷം നിങ്ങളുടെ കൈകളിലേക്ക് ആദ്യമായി ഫോൺ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആരെയാണ് വിളിക്കുക, എന്ത് കാര്യമാണ് ചോദിക്കുക എന്നതാണ് ബിഗ് ബോസ് ചോദിച്ചത്. നമ്മുടെ അനുമോൾ കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ടുണ്ട്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ആദ്യം എൻ്റെ അച്ഛനെ ആയിരിക്കും വിളിക്കുക. ഞാൻ വേറൊരു കാര്യവും ചോദിക്കില്ല, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊന്നും എനിക്ക് അറിയേണ്ട, അച്ഛൻ ഓക്കെ ആണോ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുക. പിന്നെ എൻ്റെ ചേച്ചീൻ്റെ മോനുണ്ട്, ദേവൻ എന്നാണ് അവൻ്റെ പേര്. അവനെയും കൊണ്ട് കുഞ്ഞാന്നൊന്ന് എന്നെ വിളിപ്പിക്കും. അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അനുമോൾ കരയുന്നുണ്ട്. പിന്നെ ആദില വരുന്നുണ്ട്, ആര്യം വരുന്നുണ്ട്, നെവിനൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, ആദില കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ മുട്ടിൻ്റെ സർജറി ഉണ്ടായിരുന്നു, ഞാനിവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എൻ്റെ അച്ഛനെ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. അതിനുശേഷം അനീഷേട്ടൻ പറഞ്ഞത്, ആദ്യമായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് എൻ്റെ അനിയനെയായിരിക്കും. കാരണം എനിക്ക് ഒരു ഉയർച്ച ഉണ്ടായിരുന്നപ്പോഴും താഴ്ച ഉണ്ടായിരുന്നപ്പോഴും എല്ലാ കാര്യങ്ങളും എന്നോട് സത്യസന്ധമായി പറയുന്നത് എൻ്റെ അനിയനായിരിക്കും. അപ്പോൾ ഞാൻ പുറത്തോട്ട് വന്നോട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, അങ്ങനെ എന്താണ് അവിടുത്തെ ഒരവസ്ഥ എന്നൊക്കെ ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആര്യം പറഞ്ഞത്, ഞാനൊരു ഗ്രൂപ്പ് വീഡിയോ കോൾ ആയിരിക്കും ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് പൂജിത, അതേപോലെ തന്നെ 2-3 പേരുണ്ട്, അവരെയാണ് ഞാൻ ആദ്യം വിളിക്കുക. അവരോട് ഞാൻ ചോദിക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടിയോ, എങ്ങനെയാണ്, ഗുഡാണോ ബാഡാണോ, ഞാൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ചോദിക്കും. പിന്നെ ഞാൻ അവരോട് താങ്ക് യു പറയുന്നതാണ്. ഷാനവാസ് പറഞ്ഞത്, ആദ്യം ഞാൻ എൻ്റെ മോനെയാണ് വിളിക്കുക, മോനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ആദില പറഞ്ഞത്, ഞാനൊരു ഗ്രൂപ്പ് വീഡിയോ കോളാണ് ചെയ്യുക, ചിണ്ടു അതേപോലെ ജീവി അവരെയാണ് ഞാൻ വിളിക്കുക, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത്. നൂറ പറഞ്ഞത്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, പക്ഷേ ഞാൻ പേര് പറയുന്നില്ല. പിന്നെ ഞാൻ ആരിഫിക്കാനെയാണ് വിളിക്കുക, അത് ഞങ്ങളുടെ ഒരു ബ്രദർ പോലെയാണ്, പുള്ളിക്കാരനോട് ഞാൻ എൻ്റെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുന്നു പറഞ്ഞാൽ. അക്ബർ പറഞ്ഞത്, ഞാനൊരു ഗ്രൂപ്പ് വീഡിയോ കോളാണ് ചെയ്യുക, അതിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ഞാൻ ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നു. സാബുമാനം പറയുന്നത്, ഗ്രൂപ്പ് വീഡിയോ കോളാണ് ചെയ്യുന്നത്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ കാണാത്ത പല മുഖങ്ങളും എനിക്കുണ്ട്, അതെല്ലാം അവർക്കറിയാം, ഞാനിവിടെ എൻ്റെ ഒരു ഫേസിനൊരു വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്, ഇനി എനിക്ക് പുറത്ത് പോയിട്ടാണ് എൻ്റെ ജീവിതം ഉള്ളതെന്നാണ് സാബുമാൻ പറയുന്നത്. പിന്നെ എൻ്റെ അനിയത്തിനെയും വിളിക്കുന്നു പറയുന്നുണ്ട്. നെവിൻ പറയുന്നത്, ഞാൻ 2 കോളാണ് ചെയ്യുന്നത്, ആദ്യം ഞാൻ വിളിക്കാൻ പോകുന്നത് എൻ്റെ അപ്സര ചേച്ചീനെ, അതിനുശേഷം ഞാനൊരു ഗ്രൂപ്പ് കോൾ ആയിരിക്കും ചെയ്യുക, എൻ്റെ ഫ്രണ്ടിനെ വിളിക്കും, അതേപോലെ തന്നെ കുറച്ച് പേരുണ്ട്, കൃഷ്ണപ്രിയ, അവരെയൊക്കെ ഞാൻ വിളിക്കും, അവരോടൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കും. എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ വിളിച്ചതിന് ശേഷമായിരിക്കും ഞാൻ പുറത്തേക്ക് തന്നെ പോവുള്ളൂ എന്നാണ് നെവിൻ പറയുന്നത്.